തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ ഹൃദ്രോഗിയായ വേണു മരിച്ചെന്ന പരാതിയിൽ ചികിത്സാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നുവെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ നൽകിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. രേഖകൾ സഹിതം ഡോക്ടർമാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക നിഗമനം. അന്തിമ റിപ്പോർട്ട് തിങ്കളാഴ്ച ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കും. ഹൃദയാഘാതം സംഭവിച്ച 24 മണിക്കൂർ കഴിഞ്ഞാണ് വേണുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് തെളിയിക്കുന്ന രേഖകൾ ഡോക്ടർമാർ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ എത്തിച്ചാൽ മാത്രമേ ശസ്ത്രക്രിയ സാധ്യമാകൂ എന്നും ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴിയിലുണ്ട്. എന്നാൽ ചികിത്സാ കാര്യങ്ങൾ യഥാസമയം ബന്ധുക്കളെ അറിയിക്കുന്നതിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കും. വേണു ഓഡിയോ സന്ദേശം അയക്കാനിടയായ സാഹചര്യം എന്താണെന്ന് അന്വേഷിക്കും. വേണുവിന്റെ കൂട്ടിരിപ്പുകാരിൽ നിന്നുകൂടി വിവരം തേടും. അന്തിമ റിപ്പോർട്ട് തിങ്കളാഴ്ച ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കും. 5 ദിവസം കാത്തുകിടന്നിട്ടും വേണ്ട ചികിത്സ ലഭിച്ചില്ലെന്നും ആൻജിയോഗ്രാം ഉൾപ്പെടെ വൈകിയെന്നുമായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. നിലത്താണ് കിടത്തിയിരുന്നതെന്നും മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ പരുഷമായാണ് പെരുമാറിയതെന്നും കുടുംബം തുറന്നു പറഞ്ഞിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന വേണുവിനെ കൊല്ലത്തുനിന്നുമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ന്യൂസ് ഡെസ്ക്.